सबका स्वागत है നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ വന്നിട്ട് ഒരുമാതിരി നാഷണൽ സർവീസ് സ്കീമിൽ ചേർന്ന പോലത്തെ അവസ്ഥയാണ് ഇപ്പോൾ. മനസ്സെന്നായിരിക്കട്ടെ, ആരും കോപ്പി അടിക്കാതിരിക്കട്ടെ എന്നൊക്കെ പറയേണ്ട അവസ്ഥയാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ കോപ്പി അടിച്ചെന്നല്ല ഞാൻ പറയുന്നത്, കോപ്പി അടിക്കാതിരുന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്തായാലും കന്നഡ, തെലുങ്ക്, തമിഴ്, ബംഗാളി പോലുള്ള ഭാഷകളിലൊക്കെ സിനിമകൾ ചെയ്തു. അപ്പോൾ എന്തായാലും അടുത്തൊരു ഹിന്ദി പടം ചെയ്യണമെന്ന് കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ആരും എടുക്കാത്ത ഒരു സിനിമ എടുത്താലല്ലേ കാണുന്നവർക്ക് ഒരു ത്രില്ലുള്ളൂ. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച നമ്മുടെ പടമാണ്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് സാജിദ് ഖാനാണ്. ഇങ്ങേറെ പടങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇങ്ങേറെ പടങ്ങളെല്ലാം തുടങ്ങുന്നത് എച്ചിലാണ്. തൂവൽ സ്പർശം സ്പർശിച്ചെടുത്ത ഹേ ബേബി, കാതല കാതല കോപ്പി അടിച്ചെടുത്ത ഹൗസ്ഫുൾ, മാട്ടുപ്പെട്ടി മച്ചാൻ അച്ചടിച്ച് വെച്ച ഹൗസ്ഫുൾ 2, ഹിമ്മത്വാല എന്ന് പറയുന്ന പഴയ പടം റീമേക്ക് ചെയ്ത പുതിയ ഹിമ്മത്വാല, പിന്നെ നമ്മുടെ ഹംഷക്കൽസ്. ഹായിൽ തുടങ്ങി കഴിഞ്ഞാൽ കാണുന്നവർ ഹഹ എന്ന് പറഞ്ഞ് ശരിക്കുമെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു. പക്ഷെ ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശപ്പെട്ട സിനിമകളുടെ ലിസ്റ്റിലുള്ള ഒരേ ഒരു ഇന്ത്യൻ സിനിമയാണ് നമ്മുടെ ഈഹ. ഈ സിനിമയുടെ സംവിധായകൻ ഈ സിനിമ കുറച്ച് പേർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ജിം ക്യാരിയൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ അവനെ മട്ടലി വെട്ടി അടിക്കും. പക്ഷേ എന്തായാലും തമാശ പടം കാണാൻ ചെന്നിരിക്കുന്ന നമുക്ക് സംവിധായകൻ ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. പടം തുടങ്ങുന്നതിന് മുന്നേ ഒരു തമാശ. നിങ്ങൾ കൂടുതൽ ഉച്ചയ്ക്കൊന്നും വേണ്ട, ഈ തേമ്പിയ തമാശയാണ് ഈ പടത്തിലെ ഏറ്റവും നല്ല തമാശ. തമാശ പറയാൻ കൊള്ളില്ലെങ്കിൽ ഇതിൻ്റെ സംവിധായകൻ ആളൊരു ദീർഘവീക്ഷണമുള്ള മനുഷ്യനാണ്. കാരണം ഈ പടം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ എങ്ങനെയൊക്കെ പ്രതികരിക്കും എന്നുള്ളത് അങ്ങനെ ഈ പടത്തിനകത്ത് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പടം തുടങ്ങുമ്പോൾ ഏതോ ഒരു ഹോളിൽ നിന്ന് തെറിയും വിളിച്ചുകൊണ്ട് കുറേ ആളുകൾ ഇറങ്ങി വരുന്നു. ഇതൊരു സിഗ്നലായിരുന്നു, ഒരു വലിയ സിഗ്നൽ. കാരണം ഈ സിഗ്നൽ കണ്ടതിന് ശേഷവും നിങ്ങൾ ഈ പടം തുടർന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ കമ്പനി പൊറുപ്പില്ല. തക്കാളി രസം പ്രതീക്ഷിച്ച് പോയിട്ട് തലയിൽ നെല്ലിക്കത്തളം വെക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരില്ലേ? അപ്പോൾ ഇവരൊക്കെ ആരുടെ തന്തയ്ക്കാണ് വിളിക്കുന്നതെന്ന് കാണിക്കാനായിട്ട് സംവിധായകൻ നമ്മളെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഒരു വേദനിക്കുന്ന കോടീശ്വരൻ ആളുകളെ ചിരിപ്പിക്കാനായി നുറുങ്ങ് തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇരിക്കുന്നവർ സേഫാണ്, അല്ലാത്തവരൊന്നും ഇരുന്നുള്ളൂ. കാരണം അമ്മാതിരി ഒരു തമാശയാണ് ഇനി വരാൻ പോകുന്നത്. അതായത് ഇങ്ങനെ പറയാണ്, കഴിഞ്ഞ ദിവസം ഞാനൊരു ഒടിഞ്ഞ പെൻസിൽ വെച്ച് ഒരു കത്തെഴുതാൻ നോക്കി, പക്ഷേ എന്നെ കൊണ്ട് അത് പറ്റിയില്ല. എന്തുകൊണ്ട്? പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ ഈ തമാശ അവിടെ ഉള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവര് ഗെറ്റ് ഔട്ട്, ഷട്ട് അപ്പ്, യു സക്ക് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പോകുന്നു. പിന്നെയും കുറെ തെറിയവന്മാര് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഹിന്ദി എനിക്ക് തർജ്ജമ ചെയ്ത് തന്ന ഹവീൽദാർ കുമാരൻ എല്ലാത്തിന്റെ അർത്ഥമൊന്നും എനിക്ക് പറഞ്ഞു തന്നില്ല. അത് നന്നായി. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഹോബിയാണല്ലോ. ചിലർക്ക് പച്ചക്കപ്പൊക്കെ ചവച്ചരച്ച് തിന്നുന്നതായിരിക്കും, ചിലർക്ക് കോഴിയെ കൊണ്ട് മുട്ട ഓംലെറ്റ് തീറ്റിക്കുന്നതായിരിക്കും. അതേപോലെ ഈ വേദനിക്കുന്ന കോടീശ്വരൻ്റെ ഹോബിയാണ് സ്റ്റാൻഡപ്പ് കോമഡി. അണ്ണൻ ഇത് എഴുന്നേറ്റ് എന്ന് പറയുന്നതുകൊണ്ടും കേൾക്കുന്നവർ എഴുന്നേറ്റ് പോകുന്നതുകൊണ്ടും ഇതിനെ എങ്ങനെ വിളിക്കാവുന്നതാണ്. അപ്പോൾ 1000 കോടി ആസ്തിയുള്ള അണ്ണൻ ഒരു ഉയർന്ന നൻപനുണ്ട്. 2ാം ക്ലാസ് മുതലുള്ള കൂട്ടാണ് ഇവർ തമ്മിൽ. അന്ന് തൊട്ട് ഇവൻ അടിക്കുന്ന തേങ്ങ ചളിയൊക്കെ കേട്ട് ഇവൻ്റെ കൂടെ നിൽക്കുന്നത് ഇവൻ്റെ സ്വത്ത് കണ്ടിട്ടാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇവൻ്റെ സെക്രട്ടറിയെ കണ്ടിട്ടാണ് 100%. അപ്പോൾ സേഫ് അണ്ണൻ്റെ റിച്ച് തന്തപ്പടി പാരലൈസ്ഡ് ആയിട്ട് കോമയിൽ കിടപ്പാണ്. എന്നും രാവിലെ ഏതെങ്കിലും ക്ലബ്ബിൽ പോയി നാട്ടുകാരെ വെറുപ്പിച്ചിട്ട് തിരിച്ച് വന്ന് അച്ഛനെ കണ്ട് അനുഗ്രഹം മേടിക്കുന്നതാണ് സേഫ് അണ്ണൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ നമ്മളൊക്കെ ഈ വയ്യാതെ കിടക്കുന്ന ആൾക്കാരെ ആശ്വസിപ്പിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ. അതേപോലെ സേഫ് അണ്ണൻ പാരലൈസ്ഡ് ആയിട്ട് കോമയിൽ കിടക്കുന്ന അച്ഛനോട് പറയുന്ന ഡയലോഗാണ്, ഇത് ഗോൾഫ് കളിക്കേണ്ട പ്രായമല്ലേ, എഴുന്നേക്കാൻ. എന്തോന്നടി. പക്ഷെ അണ്ണൻ്റെ കയ്യിൽ ചത്ത് കിടക്കുന്നവരെ പോലും എഴുന്നേൽപ്പിക്കാൻ പറ്റുന്നൊരു തന്ത്രം ഉണ്ടല്ലോ, തമാശ പറയൽ. അങ്ങനെ അണ്ണൻ അത് ഉപയോഗിക്കാൻ പോകുമ്പോഴത്തേക്കും ഫ്രണ്ട് പിടിച്ചു നിർത്തും, അങ്ങനെ ഓൾറെഡി കോമയിലാണെന്ന്. തമാശ തമാശ. അങ്ങനെ പാർട്ട് ടൈം ബിസിനസ്മാനും ഫുൾ ടൈം സ്റ്റാൻഡപ്പ് കോമഡിയനായിട്ടുള്ള സേഫ് അണ്ണൻ അങ്ങനെ സെൽഫ് ഓർഗാസ്മിക് ജോക്സുമായിട്ട് ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം അത് സംഭവിക്കുന്നത്. ചത്ത് കിടക്കുന്നവരെ എഴുന്നേറ്റടിക്കുന്ന അങ്ങേരുടെ തമാശ കേട്ടിട്ട് ഒരുത്തി ചത്ത് കിടന്ന് ചിരിക്കുന്നു. നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് ഈ സിനിമയിലുള്ള സേഫ് അണ്ണൻ്റെ കാമുകയെ മാത്രമല്ല, ഈ സിനിമ കാണാനുള്ള നമ്മളുടെ 3 കാരണങ്ങളാണ്. തമന്ന തമന്ന തമന്ന. உங்களுக்கு തമന്ന പിടിക്കുംல? என்னது எனக்கு பிடிக்குமா? നമുക്ക് പിടിക്കും. യാർക്കിതാ പിടിക്കാതെ. പക്ഷേ സാജിദ് ഖാൻ്റെ തമന്നയോട് ഏതാണ്ട് വിരോധം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അടുപ്പിച്ച് 2 വർഷം 2013 2014 2 സിനിമയിൽ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി നായികയാക്കിയിട്ട് ബോളിവുഡ് 7 അയലത്ത് വരാൻ പറ്റാത്ത രീതിയിൽ ഫീൽഡ് ഔട്ട് ആക്കി വിട്ടു. പിന്നെ കോവിഡൊക്കെ വന്നതിന് ശേഷമാണ് ചേച്ചി വീണ്ടും ബോളിവുഡ് കാണുന്നത് തന്നെ. Sajid had just seen a few pictures of mine. Till date he hasn't seen any work of mine. So and he refuses to see any work of mine. அப்படியா விஷயம்? അപ്പോൾ അണ്ണൻ്റെ തമാശയ്ക്ക് ചേച്ചി ചിരിച്ചപ്പോൾ തന്നെ അണ്ണൻ ഫ്ലാറ്റ്. പക്ഷേ ചേച്ചി എങ്ങനെ ഇമ്പ്രസ്ഡ് ആയെന്നറിയോ? അതായത് സാധാരണ ഡേറ്റിനൊക്കെ ആൾക്കാർ ഒന്നിൽ ഡിന്നറിനോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചിനോ ഒക്കെ അല്ലേ വിളിക്കാറ്. ഈ ഉച്ചയ്ക്ക് ശേഷം വിളിച്ചാൽ കുഴപ്പമാണോ? നല്ല സമയല്ലേ? പക്ഷേ അണ്ണൻ വിളിച്ചത് ബ്രേക്ക്ഫാസ്റ്റിനാണ്. लंच डिनर के लिए तो बहुत लोगों ने पूछा है, लेकिन ब्रेकफास्ट नेवर. ഇതിനുശേഷം അനുരാഗത്തിന്റെ നിമിഷങ്ങൾ. I'll call you. Call me. I'll call you. Call me. I'll call you. Call me. I'll call you. ഇനി ഒരു തവണയും കൂടെ കോൾ മീ പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണൻ വീണ്ടും പറയുന്നു മനസ്സിലാക്കിയ ചേച്ചി ഏതാണ്ട് ഒരു ആംഗ്യം കാണിച്ചിട്ട് ഇറങ്ങിപ്പോകും. ഇതിനുശേഷം ഒരു പാട്ട്, അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പാട്ടിൽ അത്യാവശ്യം എന്നിട്ട് ഡാൻസ് കളിക്കാൻ അറിയുന്ന നടീനടന്മാരെ ബാക്ക്ഗ്രൗണ്ടിൽ നിർത്തിയിട്ട് ശരിക്കുള്ള ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സിനെ ഫോർഗ്രൗണ്ടിൽ നിർത്തി ചത്ത കൊതുകിനെ വീണ്ടും വീണ്ടും അടിച്ചു കൊല്ലുന്ന സ്റ്റെപ്പ് ഇട്ട് ഒരു പാട്ട് ഷൂട്ട് ചെയ്യാൻ മനസ്സ് കാണിച്ച സംവിധായകൻ തന്നെയാണ് ഈ സിനിമയുടെ
ഏറ്റവും വലിയ വിജയം. അപ്പോൾ ഈ ഫ്ലറിഷിംഗ് എൻ്റർപ്രൈസിലെ വില്ലൻ നമ്മുടെ സേഫ് അണ്ണൻ്റെ മാമനാണ്. അങ്ങേർക്ക് എല്ലാ സിനിമയിലെ മാമന്മാരെ പോലെ സേഫ് അണ്ണൻ്റെ സ്വത്തുക്കൾ വേണം. പക്ഷേ സേഫ് അണ്ണനെ അച്ഛനെ കൊന്നു കഴിഞ്ഞാൽ സ്വത്ത് മുഴുവൻ ചാരിറ്റിക്ക് പോകും. അപ്പോൾ അവരെ കൊല്ലാതെ എങ്ങനെ സ്വത്ത് നേടിയെടുക്കാമെന്ന് അറിയാനായിട്ട് വർഷങ്ങളായിട്ട് ഒരു പെട്ടിക്കകത്ത് 2 പട്ടിക്കൂടും വെച്ച് എക്സ്പെരിമെൻറ്റ് ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വത്ത് നേടിയെടുക്കാൻ എന്തിനാണ് ഒരു എക്സ്പെരിമെൻറ്റ് ഫണ്ട് ചെയ്യുന്നതെന്ന് എന്നോട് ചോദിക്കരുത്. കാരണം അതിനോട് പ്രസക്തിയില്ല. ഇതിലില്ലാത്ത ലോജിക്കില്ലായ്മ തന്നെയാണ് ആ പവർ ഓഫ് അറ്റോണിയിലും ഉള്ളത്. അതായത് ആൾ ചത്തു കഴിഞ്ഞാൽ സ്വത്ത് ചാരിറ്റിക്ക് പോകും, ആൾക്ക് വട്ടായി കഴിഞ്ഞാൽ സ്വത്ത് മാമന് പോകും. എന്തായാലും വർഷങ്ങളായിട്ട് ഇങ്ങനെ കാശ് മേടിച്ച് നക്കിയതിൻ്റെ നന്ദി ആ ശാസ്ത്രജ്ഞനൊടുവിൽ കാണിക്കും. അങ്ങേരെ ഒരു കോടാലി തൈലത്തിൻ്റെ ഒരു കുപ്പി പൊക്കി കാണിച്ചിട്ട് പറയും ഇതൊരു ഡ്രഗാണ്, ഇതിൻ്റെ പേര് മാഡാണെന്ന്. എന്ന് വെച്ചാൽ ഇത് അടിക്കുന്നവൻ മാഡാവും. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്കാർക്കും സംശയമില്ല. വേറെ എങ്ങനെ ഉണ്ടാക്കാം? പട്ടി അയ്യോ സത്യമായിട്ട് 100 കണക്കിന് പട്ടികളുടെ സാമ്പിളിൽ നിന്ന് ശേഖരിച്ചതാണ് ഈ ഡ്രഗ്. പക്ഷേ ഇത് കേട്ടപ്പോൾ മാമന് ദേഷ്യം വരും. വർഷങ്ങളായിട്ട് ഞാൻ കാശ് തന്നിട്ട് നീ പട്ടി മിശ്രിതം ആണോ എനിക്ക് തരുന്നതെന്ന് ചോദിച്ചാൽ അങ്ങേര് ദേഷ്യപ്പെടും. അല്ലടാ 4 കുപ്പി ടാർപ്പൻ്റെയും 2 പട്ടിക്കൂടും വെച്ചിട്ട് അങ്ങേര് നിനക്ക് ഗോറിലയുടെ മുട്ട ഉണ്ടാക്കി തരാം. എന്തായാലും ഇങ്ങനെ ഈ കോടാലി തല എടുത്തിട്ട് അടുത്ത ദിവസം സേഫ് അണ്ണൻ അറ്റൻഡ് ചെയ്യുന്ന ബോർഡ് മീറ്റിംഗിൽ ചെന്നിട്ട് അവിടെ വെള്ളത്തിൽ കലക്കി വെക്കും. പക്ഷേ ആ വെള്ളം ഹൃദേശ് അണ്ണൻ എടുത്ത് കുടിക്കും. പക്ഷേ മാമൻ വീട്ടിൽ മാമൻ സേഫ് അണ്ണനെ വീണ്ടും കലക്കി വെക്കും. ഇങ്ങേര് വന്നിട്ട് ഗ്ലാസ് ഇങ്ങനെ എടുത്ത് പൊക്കുന്നു എന്നല്ലാതെ ഇങ്ങനെ വെള്ളം കുടിക്കുന്നില്ല. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. അവസാനം നിവർത്തി കെട്ടിട്ട് മാമൻ എല്ലാവരോടും ഗ്ലാസ് പൊക്കി ടോസ്റ്റ് അടിച്ചിട്ട് വെള്ളം കുടിക്കാൻ പറയുന്നു. പിന്നെയാണ് മാജിക്. അപ്പോൾ ഈ നായ്ക്കൾ ഇവർ പട്ടികളായല്ലോ. അപ്പോൾ ഇവർ പട്ടികളായി കഴിയുമ്പോൾ ഭയങ്കര പ്രശ്നം. അപ്പോൾ ഇവരെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ എല്ലാവരും അന്തിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു മാമൻ മുന്നോട്ട് വരും. എന്നിട്ട് അങ്ങേര് പറയും നായ്ക്കൾ ഭയങ്കര സ്നേഹമുള്ള ജീവികളാണല്ലോ, അപ്പോൾ നമ്മൾ അവരെ സ്നേഹത്തോടെ വേണം മെരുക്കാൻ. ഇദ്ദേഹം അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് അവരെ സ്നേഹത്തോടെ മെരുക്കും. പക്ഷേ സ്നേഹം ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു സംശയം. ഹൃദേശ് അണ്ണൻ ബാക്കിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സേഫ് അണ്ണൻ ഫ്രണ്ടിൽ ഒരു കിടിലം പരിപാടി കാണിക്കും. Nobody does it better. അങ്ങനെ ഇത്രയും പേ പിടിച്ച് നടക്കുന്നവരെ പ്രാന്താശുപത്രിയിലാക്കണമെന്ന് എല്ലാവരും പറയും. അങ്ങനെ മാമൻ്റെ പ്ലാൻ വർക്ക്ഡ് ഔട്ട്. അങ്ങനെ നമ്മളിനി പ്രാന്താശുപത്രിയിലേക്ക് പോവുകയാണ് ഗൈസ്. അവിടെ പേ പിടിച്ച പോലെ കാണിക്കുന്നവരെ ടോം ആൻഡ് ജെറിയിൽ കാണിക്കുന്ന പോലെ ഒരു തെർമോകോൾ എല്ല് കാണിച്ച് ശാന്തയാക്കാൻ നോക്കുന്ന ഒരു സ്പെഷ്യൽ ഡോക്ടറിനെ നമുക്ക് കാണാൻ സാധിക്കും. ഹംസൻ MBBS. Oh, doctor ആണല്ലേ? അല്ല, വക്കീല്. What rubbish are you talking? I'm serious. നിങ്ങൾ ഇതുവരെ കണ്ടൊന്നും അല്ലാതാകുന്ന രീതിയിലാണ് ഇനി അങ്ങോട്ട് പടം. നമുക്ക് ഇതേ പ്രാന്തവശത്തിൽ ഒരു ബി വാർഡുണ്ട്. അവിടെ ശരിക്കും പ്രാന്തുള്ള ഒരു സേഫ് അണ്ണനും ഹൃദേശ് അണ്ണനും ഉണ്ട് വിത്ത് സെയിം നെയിം. അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. സാധാരണ ഭ്രാന്തുള്ളവർക്ക് നമ്മൾ ഷോക്ക് അടിപ്പിക്കണമല്ലോ. പക്ഷേ ഇവർക്ക് നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യണ്ട. ഇവരെ നിങ്ങൾ ദൂരത്ത് നിന്ന് ഷോക്ക് ഒന്ന് കാണിച്ചാൽ മതി, ഇവർ തന്നെ ഷോക്കായി വീണോളും. ഇതിന് കാരണം ഇവരുടെ തേമ്പിയ ഫ്ലാഷ് ബാക്ക് ആണ്. അതൊരു വലിയ കഥയാ. അയ്യോ എനിക്ക് പോയിട്ട് കുറച്ച് ധൃതി അല്ല, ഞാൻ ചുരുക്കി പറയാം. അതായത് ലണ്ടനിൽ തട്ടുകട നടത്തിക്കൊണ്ടിരുന്ന ഇവർ ഒരു ദിവസം മൈദാമാവിന് പകരം മയക്കുമരുന്ന് കുഴിച്ച് പൊറോട്ട ഉണ്ടാക്കി വെക്കും. തൽക്കാലം സൂക്ഷിക്കാൻ ആ പൊടി കൊടുത്തുവിട്ട ഡോൺ പൊടി പോയ നഷ്ടത്തിൽ ഇവരെ 2 പേരെയും കൊണ്ടുപോയിട്ട് കെട്ടിയിട്ട് ഷോക്ക് അടിപ്പിച്ചാൽ ഇവരുടെ ബുദ്ധി 20 കൊല്ലം പുറകോട്ട് പോയി. ശരി. അപ്പം നമുക്ക് മൊത്തം കൂടെ പടത്തിൽ 4 എണ്ണം ഉണ്ട്. നമുക്ക് മൊത്തം കൂടെ 2 സെറ്റ് ഉണ്ട്. അതായത് വാർഡ് എയിൽ ഒരു സെറ്റും വാർഡ് ബിയിൽ ഒരു സെറ്റും. തെറ്റിപ്പോരുത്, കാരണം ഇത് ഈ പടത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വാർഡ് എയിൽ നമ്മുടെ സേഫ് അണ്ണനെയും ഹൃദേശ് അണ്ണനെയും വെള്ളത്തിൽ എന്തോ കലക്കി കൊടുത്താണ് പട്ടികളെ പോലെ ആക്കിയതെന്ന് നമ്മുടെ സ്പെഷ്യൽ ഡോക്ടർ കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ തന്നെ അവരെ ഡിസ്ചാർജ് ചെയ്യാനും തീരുമാനിക്കും. പക്ഷേ അവരെ ഡിസ്ചാർജ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും മറ്റവരെ ഇവരാണെന്ന് വിചാരിച്ച് ഡിസ്ചാർജ് ചെയ്തിട്ട് ഇവരെ മറ്റവരാണെന്ന് വിചാരിച്ച് സെല്ലിനകത്ത് പിടിച്ചിടും. നിർത്തി പറഞ്ഞു കൊടുക്കുക. അതായത് ഇവരാണെന്ന് വിചാരിച്ച് മറ്റവരെ ഡിസ്ചാർജ് ചെയ്തിട്ട് അവരാണെന്ന് വിചാരിച്ച് ഇവരെ പിടിച്ച് സെല്ലിലിടും. അങ്ങനെ സെല്ലിൽ പിടിച്ചിട്ട് നമ്മുടെ സേഫ് അണ്ണനെയും ഹൃദേശ് അണ്ണനെയും കസേര കെട്ടിയിട്ടിട്ട് കണ്ണ് വലിച്ചൊട്ടിച്ച് ഒരു പടം കാണിക്കും, ടോർച്ചർ ചെയ്യാൻ. ഏത് പടമാണെന്ന് അറിയാമോ? സാജിദ് ഖാൻ്റെ ഹിമ്മത്ത് വാല. അതായത് ആദ്യത്തെ നമ്മുടെ ടൈറ്റിൽ കോമഡിക്ക് ശേഷം 1 മണിക്കൂറിന് ശേഷം ഇപ്പോഴാണ് നമ്മൾ അറിയാതെ ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നത്. പക്ഷേ ഇത് ആക്ച്വലി സംവിധായകൻ്റെ ഒരു ടെസ്റ്റാണ്. കാരണം നമ്മൾ ചിരിച്ചാൽ നമ്മൾ ചത്തിട്ടില്ലെന്നാണല്ലോ അർത്ഥം. ചത്തതായി താൻ അഭിനയിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും ചാകണമെങ്കിൽ ചാകട്ടെന്ന് കരുതി തന്നെയാണോ തന്റെ ചങ്കിലിട്ട് വെച്ച് കാച്ചിയത്? പക്ഷേ ഇവരിവിടെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ വട്ടുള്ള സേഫ് അണ്ണനെ ഹൃദേശ് അണ്ണനെ തമന ചേച്ചി റോഡിൽ നിന്ന് പെറുക്കി എടുത്തുകൊണ്ടെന്ന് സേഫ് അണ്ണൻ്റെ ബംഗ്ലാവിൽ വിടും. അപ്പോൾ വീട്ടിലെത്തിയ സേഫ് അണ്ണന് സന്തോഷം കാണുമല്ലോ. അപ്പോൾ ഇനി സന്തോഷ പ്രകടനത്തിലേക്ക്. വീട്ടിലെത്തിയ സേഫ് അണ്ണൻ അച്ഛനെ കണ്ടതും കുറച്ച് ഇമോഷണൽ ആവും. ഇതിനുശേഷം റൂമിൽ നിന്ന് എല്ലാവരും ഇറക്കി വിട്ടിട്ട് ഹാർട്ട് ബീറ്റ് മോണിറ്റർ ഏതാണ്ട് ഗെയിം ആണെന്നും പറഞ്ഞ് അതിൽ നിന്ന് വയർ മാറ്റി ഊരി കുത്തും. അപ്പോൾ താണ്ട കോമയിലായിരുന്നു തന്ത എഴുന്നേറ്റു. ഇവിടം കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ആൾക്കാർ ചിരിച്ചാലോ? അത് പാടില്ല. അതുകൊണ്ട് ഊരുന്നു കുത്തുന്നു, കുത്തുന്നു ഊരുന്നു, ഊരുന്നു കുത്തുന്നു, കുത്തുന്നു ഊരുന്നു. പേ പിടിക്കാനുള്ള മരുന്ന് കുത്തി വെച്ചാലും ഇല്ലെങ്കിലും ഈ സിനിമയിലുള്ള എല്ലാവരും പേ പിടിച്ച പോലെ തന്നെയാണ് അഭിനയിക്കുന്നത്. അങ്ങനെ ഇവരിവിടെ നിൽക്കുമ്പോൾ പക്ഷേ ഒറിജിനൽ സേഫ് അണ്ണനും ഹൃദേശ് അണ്ണനും നമ്മുടെ ജയിലിൽ നിന്ന് ഭ്രാന്താശുപത്രിയിലെ സെല്ലിൽ നിന്ന് ചാടാൻ നോക്കുകയാണ്. ഈ എപ്പിസോഡിൽ ഒരു കിടിലൻ തമാശ ഉണ്ട്. അത് ഞാൻ പറയില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് നോക്കാം. അതായത് സെല്ലിൽ നിന്ന് ചാടാൻ നോക്കുന്ന ഹൃദേശ് അണ്ണൻ 50 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ട്. എത്ര? 50 ഗ്ലാസ്. ഇവർ ഈ സെല്ലിൽ നിന്ന് ചാടിയതിന് ശേഷം ബാത്റൂം വഴി രക്ഷപ്പെടാൻ നോക്കുമ്പോഴത്തേക്കും അവിടെ സെക്യൂരിറ്റി വരും. എന്നിട്ട്
പക്ഷേ എവരാണെന്ന് വിചാരിച്ച് തമന്ന ചേച്ചിയും വിഭാഷ ചേച്ചിയും കൂടെ മറ്റേ ഹൃദയ അണ്ണനും സേഫ് അണ്ണനും ഡിന്നർ കുക്ക് ചെയ്ത് കൊടുക്കും. പക്ഷേ അവർക്ക് അതൊന്നും വേണ്ട. അവർക്ക് പൊറോട്ടയെ ഇറങ്ങും. കാരണം ലോകത്ത് മൊത്തം കൂടെ 2 കാര്യങ്ങളാണ് ഫേമസ്. ഒന്ന് ബ്രൂസ്ലിയുടെ കരാട്ടെ, 2 അശോക് കുമാറിന്റെ പെറാട്ടെ. അങ്ങനെ ഇവ അടുക്കളയിലോട്ട് ചെന്നിട്ട് ആട്ടയിൽ വോഡ്ക ഒഴിച്ച് പൊറോട്ട ഉണ്ടാക്കും. നേരെ ചൊവ്വേ ആട്ടയും വെള്ളവും ഉപ്പും ചേർത്ത് ഒരുത്തം പൊറോട്ട ഉണ്ടാക്കില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ശബ്ദമെടുത്തൊരു മനസ്സാണ് അയാളുടേത്. നമുക്ക് ജയിക്കാനാവില്ല. അപ്പോൾ വോഡ്കയുടെ പൊറോട്ടയാണല്ലോ. അപ്പോൾ ഇത് കഴിച്ചു കഴിയുമ്പോൾ എല്ലാവരും ഫിറ്റായി. എന്നിട്ട് എന്താ, നമ്മുടെ മറ്റേ സേഫ് അണ്ണനും ഹൃദയ അണ്ണനും ഭ്രാന്താശുപത്രിയും ചാടി വന്നിട്ട് അവർ ഇവരുടെ എച്ചിൽ വന്നതിന് ബാക്കി വരുന്ന പൊറോട്ട തന്നിട്ട് അവരും ഫിറ്റാവും. എന്നിട്ട് ഈ ഫിറ്റായ ആൾക്കാരെല്ലാം കൂടെ ഒരു പാട്ട് വിത്ത് കിടിലൻ സ്റ്റെപ്പ്. ഈ പടത്തിന്റെ കൊറിയോഗ്രാഫറെ കണ്ടുപിടിച്ച് അവന്റെ കാല് തല്ലി ഒടിച്ച് നാട് കടത്തണമെന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. അങ്ങനെ പാട്ടിനൊടുവിൽ രക്ഷപ്പെട്ട സേഫ് അണ്ണനെ ഹൃദയ അണ്ണനെയും കൂടെ സെക്യൂരിറ്റി പിടിച്ചോണ്ട് പോകും. അപ്പോൾ ഇതിനകത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വട്ടുള്ള സേഫ് അണ്ണനും ഹൃദയ അണ്ണനും വിചാരിച്ചിരിക്കുന്നത് ഇത് ഏതാണ്ട് റിയാലിറ്റി ഷോ ആണെന്ന്. അപ്പോൾ ഈ റിയാലിറ്റി ഷോയുടെ ഹെഡ് വരുമ്പോൾ അങ്ങേരെ ഒന്ന് സോപ്പ് ഇടണമെന്ന് ഇവർക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. സോപ്പ് ഇടലിന് ഇംഗ്ലീഷിൽ ബട്ടറിങ് എന്ന് പറയും. ആൻഡ് എവർ രാവിലെ ബ്രെഡ് ആൻഡ് ബട്ടർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബാക്കി നിങ്ങൾ കാണും. അപ്പോൾ ശുദ്ധമായ എരുമപ്പാലിലുണ്ടാക്കിയ വെണ്ണ മുഖത്ത് നിന്ന് തുടച്ച് മാറ്റിയിട്ട് ആശുപത്രിയിൽ ചെന്ന് നോക്കുമ്പോഴാണ് 2 സെറ്റ് സേഫ് അണ്ണനും ഹൃദയ അണ്ണനും ഉണ്ടെന്ന് മാമന് മനസ്സിലാവുന്നത്. അവിടെ വെച്ച് തന്നെ മാമനാണ് വില്ലനെന്ന് സേഫ് അണ്ണനും ഹൃദയ അണ്ണനും മനസ്സിലാവും. അപ്പോൾ ഉള്ള 2 ട്വിസ്റ്റ് പോയല്ലോ. ഇനി ഇന്റർവെല്ലിന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിങ്ങൾക്ക് പേടിയാണോ? പേടിക്കണ്ട, നമുക്ക് മാമന്റെ ക്ലോണിനെ കിട്ടിയിട്ടുണ്ട് മക്കളെ. ആ സാഹചര്യത്തിൽ ഹൃദയ അണ്ണൻ പറയും ഇനി അങ്ങോട്ട് ഫണ്ണായിരിക്കും. അപ്പോൾ അങ്ങനെ ഈ മാമനെ ആ മാമൻ്റെ സ്ഥാനത്ത് കൊണ്ടുവന്ന് വയ്ക്കലാണ് ഇവരുടെ പ്ലാൻ. പക്ഷേ പുതുതായിട്ട് കിട്ടിയ ക്ലോൺ മാമന് ഒരു പ്രത്യേകതയുണ്ട്. അങ്ങേരുടെ മുന്നിൽ നിന്ന് ആരെങ്കിലും തുമ്മിക്കഴിഞ്ഞാൽ അങ്ങേർക്ക് അവരെ കൊല്ലണം. പക്ഷേ ആൾ ചാവുന്നതിന് മുമ്പ് ചപ്പാൻ ലോലിപോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആൾ ഓഫ് ആവും. ഇനി ഈ തമാശയെ നിങ്ങൾ ചിരിച്ചില്ലെങ്കിൽ നിങ്ങളെ ചിരിപ്പിച്ചേ അടങ്ങുമെന്ന് പറഞ്ഞ് സാജിദ് ഖാൻ സാർ ഇനിയും കുറേ പരിപാടികൾ കാണിച്ചു കൂട്ടും. അതായത് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് സേഫ് അണ്ണനും ഹൃദയ അണ്ണനും ആർട്ടിഫിഷ്യൽ ഫോണ്ടിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒറിജിനൽ മാമൻ വന്ന് കുറേ ചീത്ത പറയും. അവിടെ ഒരു കോമഡി ഉണ്ട്. മനസ്സിലായില്ല? ഒന്നുകൂടെ കാണിക്കാം. ശോഭയ്ക്ക് തമാശ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല അല്ലേ? എന്നാ പിന്നെ വേറൊരു തമാശ പറയാം. അപ്പോൾ അങ്ങനെ ഒറിജിനൽ സേഫ് ആണ് ഹൃദയ അണ്ണനും ഡ്യൂപ്ലിക്കേറ്റ് മാമനെയും കൂട്ടി ഡോക്ടറുടെ സഹായത്തോടെ ഹോസ്പിറ്റലിൽ നിന്ന് ചാടും. പക്ഷേ ഇവർക്ക് ജയിലിൽ ചാടിയാൽ മാത്രം പോരല്ലോ, മറ്റവരെ ഇവരുടെ സ്ഥാനത്ത് നിന്ന് മാറ്റണ്ടേ? അതിനായിട്ട് ഇവർ കണ്ടുപിടിച്ച പ്ലാനാണ് പെൺവേഷം കെട്ടിച്ചെന്നിട്ട് സെഡ്യൂസ് ചെയ്യുക. അതിന് ഇവർക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നത് ആരാണ്? ഇവരുടെ ഗേൾ ഫ്രണ്ട്സ്. അപ്പോൾ ഇങ്ങനെ പോയിട്ട് ഫെർമോൺ അടിച്ചിട്ട് അവരെ സെഡ്യൂസ് ചെയ്തിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് അകത്ത് കയറ്റിട്ട് ഡോർ അടച്ചിട്ട് പറയുന്നു. അല്ലല്ല, അങ്ങനെ ക്ലോറോഫോം അണപ്പിച്ച് ബോധം കെടുത്താനായിരുന്നു പ്ലാൻ. പക്ഷെ ആ പ്ലാൻ വർക്കൗട്ട് ആയില്ല. കാമവെറിക്ക് മുന്നിൽ ശാസ്ത്രം തോറ്റു. പക്ഷെ അണ്ണന്മാർ വിട്ടില്ല. ഇതിനുശേഷം സേഫ് അണ്ണനും ഹൃദയ അണ്ണനും മാമനും മാത്രമുള്ളൊരു ഡ്യുവറ്റ്. അവർ തന്നെ ആണായിട്ടും പെണ്ണായിട്ടും അഭിനയിക്കും. ഫിലിം ഈസ് ഡെഡിക്കേറ്റഡ് ടു ജിം ക്യാരി അല്ലടാ പുന്ന. ഇത്രയും നേരം കണ്ട കോമഡി കണ്ടിട്ട് ചിരിക്കാത്തവരെ ചിരിപ്പിക്കാനായിട്ട് സാജിദ് സാർ അവതരിപ്പിക്കുന്നു റേപ്പ് കോമഡി. ആ സാരി ഊരിയെടുത്തത് കണ്ടിട്ട് നിങ്ങൾ ചിരിച്ചില്ലെങ്കിൽ മറ്റേതെടുക്കട്ടെ, മറ്റേത് കറണ്ട് കോമഡി. ഇനി ഇതിനും ചിരിച്ചില്ലെങ്കിൽ ഇങ്ങേര് വീഴുമ്പോൾ ആനയുടെ ശബ്ദം ഇട്ടിട്ട് ഒരു ബോഡി ഷേമിംഗ് കോമഡി എടുക്കട്ടെ. ഈ സിനിമ തിയേറ്ററിൽ കണ്ടവർ എന്ത് ഭാഗ്യവന്മാരാ. 100 രൂപയ്ക്ക് 100 ടൈപ്പ് തമാശയല്ലേ കിട്ടുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് കൺഫ്യൂഷനായിട്ട് ഒറിജിനൽ ഹൃദയ അണ്ണൻ്റെയും സേഫ് അണ്ണൻ്റെയും കൂടെ ഒറിജിനൽ മാമൻ തന്നെ വരും. ആ ഭ്രാന്തന്മാരുടെ കൂടെ ഡ്യൂപ്ലിക്കേറ്റ് നമ്മുടെ ക്ലോൺ മാമനും വരും. ഇവരിങ്ങനെ ടീമായിട്ട് ഒരു ഡോറിൽ കൂടെ ഇറങ്ങി അടുത്ത ഡോർ വഴി അകത്തോട്ട് കയറി വന്നുകൊണ്ടേയിരിക്കും. തമാശ തമാശ. ഇത് സഹിക്കാൻ വയ്യാതെ അവിടെ ഇരുന്ന സയന്റിസ്റ്റ് ഫയർ അലാം അടിക്കും. ഇതൊക്കെ നമുക്കുള്ള വാർണിംഗ് ബെല്ലാണ്. അപ്പോൾ 2 മണിക്കൂർ വെറുപ്പിച്ചതിനേക്കാൾ എന്ത് ടോർച്ചറാണ് ഇനി ആളുകൾക്ക് കൊടുക്കാൻ പറ്റുക? കാരണം പടം തീരാൻ ഇനി 28 മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പോൾ ഇതുവരെ ചാവാത്തവൻ വല്ലവനും ഉണ്ടെങ്കിൽ അവൻ സ്വയം തലതല്ലി ചാവണം. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോഴാണ് സാജിദ് ഖാറിന് പുതിയൊരു ഐഡിയ കിട്ടിയത്. അതായത് നമ്മുടെ സയന്റിസ്റ്റ് വേറൊരു സേഫ് അണ്ണനെ ഹൃദയ അണ്ണനെ ഉണ്ടാക്കും. How is that even possible? तब मैं उनका फेशियल मॉलिक्यूलर स्ट्रक्चर कैप्चर कर प्लास्टिक सर्जरी कर सकूं. മാമ നീ വരെ സയന്റിസ്റ്റ് കൊണ്ടാക്കാൻ എൻ്റെ അപ്പോൾ ഈ പുതിയ ഡ്യൂപ്ലിക്കേറ്റ് സേഫ് അണ്ണനെ ഹൃദയ അണ്ണനെ വെച്ച് ഒറിജിനൽ മാമൻ വീണ്ടും സ്വത്ത് എഴുതി മേടിക്കാൻ നോക്കും. അപ്പോൾ നമ്മുടെ ഒറിജിനൽ സേഫ് അണ്ണനും ഹൃദയ അണ്ണനും ഒരു ഡ്യൂപ്ലിക്കേറ്റ് മാമനെ വേണം. അങ്ങനെ ഒരുത്തനെ ഇവൻ കണ്ടുപിടിക്കും. അങ്ങേരോട് എന്നിട്ട് സേഫ് അണ്ണൻ ചോദിക്കും അങ്ങേരുടെ 3ാമത്തെ മാമനായിട്ട് അഭിനയിക്കാമെന്ന്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇങ്ങേര് നടത്തുന്ന ഡാൻസ് ബാറിൽ ഐറ്റം ഡാൻസ് കളിക്കുന്ന പെണ്ണ് കളഞ്ഞിട്ട് പോയി. അപ്പോൾ ആദ്യം അങ്ങേർക്ക് അത് സോർട്ട് ചെയ്താലേ ഇവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വന്തം ബോയ് ഫ്രണ്ട്സിനെ പെൺവേഷം കിട്ടി ആണുങ്ങളെ സെഡ്യൂസ് ചെയ്യാൻ വിടാൻ മാത്രം അണ്ടർസ്റ്റാൻഡിങ്ങും ഓപ്പൺ മൈൻഡഡുമായിട്ടുള്ള ഗേൾ ഫ്രണ്ട്സ് ഉള്ളപ്പോൾ ബോയ് ഫ്രണ്ട്സ് അതിൻ്റെ പാതിയെങ്കിലും അണ്ടർസ്റ്റാൻഡിങ് ആവണ്ടേ. അങ്ങനെ അണ്ണൻ കൂടി ആലോചിച്ചിട്ട് ഒരു പ്രോമിസ് അങ്ങ് കൊടുക്കും. എന്തിനാ ഒന്നാക്കുന്നത്? 3 പെണ്ണുങ്ങളല്ലേ നിൽക്കുന്നത്, ഞങ്ങളുടെ ഗേൾ ഫ്രണ്ട്സ് ഐറ്റം ഡാൻസ് കളിക്കും. ഇത്രയായിട്ട് നിങ്ങളെന്താ ചിരിക്കാത്ത? കുറച്ച് സ്ലാപ്സ്റ്റിക് ഹ്യൂമർ എടുക്കട്ടെ? ഇല്ല, ചിരിച്ചില്ല.
എന്നാൽ പിന്നെ കുറച്ച് പഞ്ചിങ് ഹ്യൂമർ ആയാലോ? അതെന്തോന്ന് സാധനം? ആർക്കറിയാം, വായി തോന്നുന്നത് പറഞ്ഞു. പിന്നെ വയറ്റ തിരിച്ച് തമാശ ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയണം? എന്തായാലും സാജിദ് സാറിന് കുറേ കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്തായാലും തുടങ്ങിപ്പോയി. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും തീർക്കണം. അതിനായിട്ട് എല്ലാവരെയും കൂടെ ഒരേ സ്ഥലത്ത് കൊണ്ടുവരും. ഇവിടെ ഏതാണ് ശരിക്കുള്ള സേഫ് അണ്ണൻ അറിയാതെ എല്ലാവരും വിഷമിക്കുമ്പോൾ അങ്ങേരുടെ കോമേ കിടന്ന തന്ത പുല്ല് പോലെ എഴുന്നേറ്റ് വന്നിട്ട് ഇതാണ് സേഫ് അണ്ണൻ എന്നും പറഞ്ഞ് ചൂണ്ടിക്കാണിക്കും. അതിന് അങ്ങേര് പറയുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അച്ഛനെ കാണുമ്പോൾ ശരിക്കുള്ള മകൻ്റെ കണ്ണിൽ നിന്ന് മാത്രമേ കണ്ണീര് വരുമെന്ന്. അത് സത്യം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കാര്യങ്ങൾ കൈവിട്ട് പോയെന്ന് അറിയുമ്പോഴത്തേക്കും മാമൻ തോക്കെടുക്കും. പെട്ടെന്ന് തന്നെ എവിടുന്ന് ഒരു ബോംബ് പൊട്ടി നമ്മുടെ റിച്ച് ഡാഡിയുടെ ദേഹത്ത് വീഴും. പിന്നെ ഫൈറ്റ്, അതും വെറൈറ്റി ഫൈറ്റ്. ലോറൻസ് അണ്ണന് ശേഷം ലോബ്രോ ഹ്യൂമർ ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ച സിനിമയാണിത്. അപ്പോൾ അംഗബലം കൊണ്ടും ആയുധബലം കൊണ്ടും ഹൃദയ് അണ്ണനെ സേഫ് അണ്ണനെ തോൽപ്പിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഫെലേഷ്യോ ഫൈറ്റ്. അങ്ങനെ ഈ ഫൈറ്റ് എല്ലാം കൂടെ കഴിയുമ്പോൾ സേഫ് അണ്ണൻ ചാടി ചെന്ന് ബോംബ് 3 സെക്കൻഡ് ആവാൻ നേരത്ത് ഡിഫ്യൂസ് ചെയ്യും. അങ്ങനെ എല്ലാം കൂടെ കഴിഞ്ഞ് അപ്പാടാ പടം തീർന്നല്ലോ എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു ക്രിഞ്ച്. എന്നാലും എൻ്റെ സാജിദ് സർ, നിങ്ങൾ ഈ അപരാധം എങ്ങനെ എഴുതി? The way I wrote the screenplay, it made me completely mad. I went insane to the membrane. അപ്പോൾ നമ്മുടെ മാത്രം പ്രശ്നമല്ല. അപ്പോൾ ശരി,